والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رحمة للعالمين صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا أكرم الثقلين يا كنز البراء جد لي بجودك أرضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك يا ربي صل على النبي محمد منجي الخلائق من جهنم في عطي. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മാസം തോറും നമ്മുടെ മുജമ്മഅ സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ സാധാരണ സദസ്സിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. റഹ്മുല്ലാഹിമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് വരെ സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഹബീബായ തങ്ങളെ ശറഫ് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ക്യാൻസർ ഉൾപ്പെടെ, കിഡ്നിയുടെ തകരാറുൾപ്പെടെ, ഹാർട്ടിന്റെ ബ്ലോക്ക് ഉൾപ്പെടെ പല രോഗങ്ങളാലും വിഷമിക്കുന്ന ധാരാളം രോഗികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് പറഞ്ഞവരുണ്ട്. അവരുടെ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ ബന്ധപ്പെട്ടവർ ഈ മജ്ലിസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടോ നീ പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനെ, ആഫിയത്തിലാക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ടും മറ്റ് ദുരിതങ്ങളെ കൊണ്ടും ഞെരുങ്ങുന്നവരുണ്ട്, മനപ്രയാസത്താൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാം സലാമത്തിലാക്കണം റഹ്മാനെ, എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാനെ. വീടിന്റെ പണി ഉൾപ്പെടെ പെൺകുട്ടികളെ കല്യാണവും മറ്റുമൊക്കെ ഉറപ്പിച്ചവരുണ്ട്. എല്ലാം എളുപ്പത്തിലും റാഹത്തിലുമാക്കണം റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളിൽ നിന്ന് മൗത്തായവരും ഇന്ന് തന്നെ പൂജംപദവിലെ SSFന്റെ പ്രവർത്തകൻ ആക്സിഡന്റിൽപ്പെട്ട് അപകടത്തിൽ മരണപ്പെട്ടു എന്ന് വിവരമറിയിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇന്നലെ മൗത്തായ പദോവിലെ മുത്തവല്ലി, പള്ളിയുടെ മുത്തവല്ലി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ അടുത്ത് മൗത്തായവരുണ്ട്. അവരുടെ ഒക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല. വളരെ വൈകിയ ഈ സമയത്ത് ധാരാളം രോഗികളും ഒക്കെ വിഷമിച്ചിരിക്കുന്ന ഈ സദസ്സ് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സ് പൂർത്തിയാക്കണം. അതിന്റെ മുമ്പ് എല്ലാ മജ്ലിസിലും എല്ലാ സദസ്സിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് പറയുവാനുള്ളത്, ഇതുവരെ നമ്മുടെ സദസ്സുകളിൽ കൂടുതലും ശക്തമായി നാം ഉണർത്തിയിരുന്നത് സ്ത്രീകളുടെ രംഗപ്രവേശനവും അഴിഞ്ഞാട്ടവും അതുപോലുള്ള പരിഷ്കാര ജീവിതത്തെക്കുറിച്ചും കൂടുതൽ സമൂഹം ഉണരണം എന്ന നിലയ്ക്ക് നാം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ സമൂഹം ഉണർന്നു ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, എന്തിനേറെ മധ്യവയസ്സന്മാരും വയസ്സായ ആളുകളും ഉൾപ്പെടെ മദ്യപിക്കാനും ലഹരിയുമായി ബന്ധപ്പെടാനും യാതൊരു കൂസലുമില്ലാതെ മടിയുമില്ലാതെ അതിന്റെ അടിമകളായി ജീവിക്കുന്നു എന്ന സത്യാവസ്ഥ നാം ഒക്കെ മനസ്സിലാക്കിയവരാണ്.
അതുകൊണ്ട് തന്നെ അത്തരം ദുഷ്പ്രവർത്തനങ്ങൾ, അത്തരം അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീങ്ങിക്കിട്ടി അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുന്നോട്ട് വരണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണ വീടുകളിൽ പോലും മദ്യപിക്കാനുള്ള സൗകര്യം ആ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അനുവദിച്ചു കൊടുക്കുന്നു, സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് നാം അറിയുമ്പോൾ മൈലാഞ്ചി കല്യാണത്തിന്റെ കാര്യം പറയണ്ട. ആ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ മാന്യന്മാരായ മുസ്ലിം നേതാക്കന്മാർ ഒരു 10 പൈസയ്ക്ക് ക്യാഷിന് വകയില്ലാതെ പലവരിൽ നിന്നും പിരിവെടുത്തിട്ട് പോലും അത് ചെയ്തില്ലെങ്കിൽ വലിയ അപമാനമായി പോകും, കുറവായി പോകുമെന്ന് ചിന്തിച്ച് മൈലാഞ്ചി കല്യാണം നടത്തുന്നവരും സമൂഹത്തിൽ കൂടുതലാണ്. അങ്ങനെ മൈലാഞ്ചി കല്യാണം നടത്തിയിട്ട് മ്യൂസിക്, ഹിന്ദി ഗാനങ്ങളും അതുപോലുള്ള പാട്ടുകളുടെ കാസറ്റുകളുമൊക്കെ ഇട്ട് മുറ്റത്ത് പുറത്ത് ചെറുപ്പക്കാർ നൃത്തം ചവിട്ടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന, മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ ഒരു അവസ്ഥയിൽ മുസ്ലിം ചെറുപ്പക്കാർ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് നാം ഓർമ്മിക്കണം, മനസ്സിലാക്കണം. കല്യാണത്തിന് പുതിയാപ്പിള പോകുന്ന സമയത്ത് പോലും ബൈക്ക് റേസും മറ്റുമൊക്കെയായി, പടക്കം പൊട്ടിക്കലുമൊക്കെയായി ഈ സമുദായത്തിലെ നമുക്കൊക്കെ അറിയാം, ടൗണുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ പാർട്ടിയാണ് വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം പുതിയാപ്പിളയുടെ വരവ് വാഹനത്തിന്റെ ഗർവ്, അഹങ്കാരത്തിന്റെ ദുനിയാവിലാണോ എന്ന ചിന്ത മറന്ന് അഹങ്കാരികളായി എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ നടുറോട്ടിലൂടെ പരസ്യമായി വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് പോലും അവര് കൂത്താടുന്ന രംഗം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കും. അതുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ, ഇത്തരം അനാശ്വാസ പ്രവർത്തനങ്ങൾ, അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. നാമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. അറിയില്ലേ, ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ആക്സിഡന്റ് സംഭവിച്ചു മൗത്തായിട്ട് ഹോസ്പിറ്റലിലാണ്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലാണ്. ബന്ധപ്പെട്ട ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബറിനെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ജീവിതം എപ്പോഴാണ് തീരുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അഹങ്കാര ചിന്തയോടെയുള്ള, ഒരാളെയും ഭയക്കാതെ റബ്ബിനെ മറന്നുകൊണ്ട്, അള്ളാഹു തന്ന ആരോഗ്യവും സമ്പത്തും റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ മതിമറന്നുകൊണ്ട് നമ്മുടെ ആയുസ്സിനെ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് ഈ സമുദായത്തെ ബോധനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് അത് 60ന്റെയും 70ന്റെയും ഇടയ്ക്കാണ്. 63ാമത്തെ വയസ്സെത്തിയപ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ ഹളറത്തിൽ വന്ന് സമ്മതം ചോദിച്ച് അവിടുത്തെ അനുമതി പ്രകാരം ഈ ലോകത്ത് നിന്ന് അവിടെ നിന്ന് മറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹത്തുക്കളൊക്കെ 60ന്റെയും 70ന്റെയും ഇടയിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, 63-ൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആയുസ് അത്ര ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ജീവിതം അവസാനിക്കുക, ശ്വാസമടങ്ങുക നമുക്കറിയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. ലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ, ആരുടെ മുമ്പിൽ, എങ്ങനെയാണ്, ഏത് അവസ്ഥയിലാണ് നമ്മുടെ മരണമെന്ന് നമ്മിൽ ഒരാൾക്കും അറിയില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല, സമാധാനം കിട്ടൂല, ഉറങ്ങാൻ കഴിയൂല, ഭക്ഷണം കഴിക്കാൻ കഴിയൂല, വെള്ളം കുടിക്കാൻ കഴിയൂല, ഒരു സ്വസ്ഥതയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബിന് നമുക്ക് നമ്മുടെ ഖൽബിന് താങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ട്
എപ്പോഴാണ് മരണം, എങ്ങനെയാണ് മരണം, എവിടെ വെച്ചാണ് മരണം, അള്ളാഹു നമുക്ക് നിഅമത്തായിട്ട് അറിയിച്ചു തന്നില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ലഹരിയുമായിട്ടുള്ള ഈ ബന്ധം, കള്ള് കുടിക്കുന്നവര്, കഞ്ചാവ് വലിക്കുന്നവര്, ഹാൻസ് വെക്കുന്നവര്, പൻപരാഗ് ചവക്കുന്നവര്, മധു ചവക്കുന്നവര്, മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതുമായിട്ട് ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്, തോന്നിവാസമാണ്, തമ്മാടിത്തമാണ്, വളരെയധികമുള്ള അക്രമമാണ് മദ്യപാനം എന്നുള്ളത്, കള്ളുകുടി എന്നുള്ളത്, ലഹരിയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ആ അക്രമം, ആ അനാചാരം, ആ തമ്മാടിത്തം നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തിക്കൂടാ. നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടുകൂടാ. ലഹരിയുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ചെറുപ്പക്കാർ, ഏതെങ്കിലും ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇന്ന് ഈ 10,000 ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് ഹബീബായ തങ്ങളെ മുൻനിർത്തി റബ്ബിനെ സാക്ഷ്യപ്പെടുത്തി പ്രതിജ്ഞ ചെയ്യണം. റബ്ബേ, ഇതുവരെ ചെയ്ത അബദ്ധം സംഭവിച്ചു പോയി, ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ മദ്യപിക്കില്ല, ലഹരിയുമായി ബന്ധപ്പെടില്ല എന്ന് ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാകണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് താക്കീത് നൽകി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അമാ അലിംതും അന്ന ശുർബൽ ഖംറി യുഅ്ലിബുൽ ജബ്ബാർ. നിങ്ങൾക്കറിയോ മദ്യപാനം എന്നുള്ളത്, ലഹരിയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇത്രയും വെറുപ്പുള്ള, ഇത്രയും കോപമുള്ള, ഇത്രയും ദേഷ്യമുള്ള മറ്റൊന്നില്ല. അത്രയും മോശ പ്രവർത്തനമാണ് ലഹരിയുമായിട്ടുള്ള ബന്ധം, മദ്യപാനം, കള്ളു കുടിക്കുക എന്നുള്ളത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം ഇത്തരം പ്രവർത്തികൾ ചെയ്യുക? ഈമാനുള്ളവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നേരത്തെ മിസ്ബാഹി ഓർമ്മപ്പെടുത്തിയതുപോലെ, ഒരു കള്ളു കുടിക്കുന്നവനും ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ എന്ന് പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പറഞ്ഞു, ഒരു കള്ളുകുടിയനും കള്ളു കുടിക്കുന്ന സമയത്ത് ഈമാനോടെ മദ്യപിക്കാൻ അവന് സാധ്യമല്ല. ഈമാൻ ആ സമയത്ത് മുഅ്മിനിൽ നിന്ന്, വിശ്വാസിയാണെങ്കിൽ അവരിൽ നിന്ന് ഈമാൻ അല്ലാഹു മാറ്റപ്പെടും. ആ സമയത്താണ് നമ്മുടെ മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാതെ നരകത്തിലേക്കായിരിക്കും നമ്മുടെ പോക്ക്. അതുകൊണ്ട് ജാഗ്രതരാകണം ചെറുപ്പക്കാരെ. ആ തോന്നിവാസം ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കണം. എത്രയോ മുഅ്മിനീങ്ങൾ, മുഹിബ്ബീങ്ങൾ, തങ്ങളെ ആശ്രിതീങ്ങൾ, ഹബീബായ തങ്ങളെ മുഹിബ്ബീങ്ങൾ, കള്ളുകുടിയന്മാരായവർ മദ്യപിച്ചിട്ട് തലവേദന സഹിക്കാൻ കഴിയാതെ, മദ്യപാനം നിർത്തിയിട്ട് തലവേദന സഹിക്കാൻ കഴിയാതെ നമ്മുടെ റൂമിൽ വന്ന് സങ്കടം പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, ദിവസം 10ഉം 16ഉം കുടുംബത്തിൽ നിന്ന് തെന്നിയിട്ട് പീഡിക കൊലായിലും ഹോട്ടലുകളിലും ബോംബെയിലുമൊക്കെ ചുറ്റിക്കറങ്ങി വീടുമായിട്ടുള്ള ബന്ധം ഒഴിവായിട്ട് ജീവിച്ച എത്ര ചെറുപ്പക്കാരാണ് മദ്യത്തിന്റെ അടിമകളായിട്ട് ഉള്ള ആളുകൾ. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖോടെ നമ്മുടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി മദ്യപാനം നിർത്തിയിട്ട് അവരെ കുടുംബത്തിൽ അവരെ തിരിച്ചെത്തിയിട്ട് സന്തോഷത്തോടുകൂടെ പരിശുദ്ധമായിരിക്കുന്ന 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് പള്ളിയിൽ വെച്ച് ആവുന്നത്ര ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുന്ന എത്ര ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റി വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു വിലയുമില്ലാതെ അധിക ആളുകളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പലിശ എന്നുള്ളത്. ലാ തഅ്കുലു റിബാ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുത്, പലിശയുമായിട്ട് ബന്ധപ്പെടരുത്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആകുലു റിബാ വ മുക്കിലുഹു വ കാതിബുഹു വ ഷാഹിദൈഹി. പലിശ തിന്നുന്നവൻ, പലിശ ഭക്ഷിക്കുന്നവൻ, പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവൻ, പലിശക്ക് എഴുതുന്നവൻ, പലിശക്ക് സാക്ഷി നിൽക്കുന്നവൻ മുഴുവനും നരകത്തിലേക്കുള്ള വഴിയാണ്. കുല്ലുഹും ഫിന്നാർ, മുഴുവനും നരകവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മഹാന്മാര് ഹബീബായ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈമാനുള്ളവന് ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. എത്രയോ ആളുകൾ വീടുണ്ടാക്കിയതൊന്നും മതിയാകാനിട്ട് പിന്നെയും പ്രൗഢി പിടിപ്പിക്കാൻ, മോടി പിടിപ്പിക്കാൻ വേണ്ടി ലോൺ ചെയ്തിട്ട് 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ
ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിശ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ അധികരിച്ച ജീവിതമാണ് നമ്മുടെ ഈ അവസ്ഥയിലുള്ളതെങ്കിൽ വളരെ ശക്തമായിട്ട് വളരെ ജാഗ്രതയോടെ നാം ഈ കാര്യം നോക്കിക്കാണണം. പലിശ എന്നുള്ളത് അത് 7 വൻകുറ്റങ്ങളിൽ സുബുഹുൽ മുബിക്കാത്തിൽപ്പെട്ട വലിയ തെറ്റാണ് പലിശയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൈസ ഡിപ്പോസിറ്റ് ഉള്ള ആളുകൾ 10,000 കൊടുത്തിട്ട് മാസത്തിൽ 1000 ഇൻട്രസ്റ്റ് ആക്കിയിട്ട് 11,000 തിരിച്ചു വാങ്ങുന്ന, 50,000 കൊടുത്തിട്ട് 5,000 മാസത്തിൽ തിരിച്ചു വാങ്ങുന്ന എത്രയോ മുതലാളിമാര്, സമ്പന്നന്മാർ, പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവർ നമ്മുടെ സമൂഹത്തിലെ ദീനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ ഉന്നതന്മാർ വരെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന, വലിയ സലാമത്തും മോചനവും സന്തോഷവും നൽകുന്ന ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും പലിശയുമായിട്ട് ബന്ധപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷിക്കപ്പെട്ട രംഗം മഹാന്മാരായ ഇമാമിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ നാം തിന്നാൽ, പലിശയുമായിട്ട് ബന്ധപ്പെട്ടാൽ, അത് മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചാൽ മുഴുവത്തിന്റെയും ഉത്തരവാദികൾ നാം ആയിരിക്കും. ഈമാൻ തെറ്റിപ്പോകുന്ന, ആയുസ് ചുരുങ്ങിപ്പോകുന്ന, ബറക്കത്ത് നീങ്ങിപ്പോകുന്ന അത്തരം പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പരിധിയില്ലാതെ സ്നേഹിച്ച് അഹങ്കാരികളാകാതെ, അസൂയപ്പെടാതെ, സിഹറിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ, നേരത്തെ മിസ്ബാഹി പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ തകർക്കാൻ, കുടുംബക്കാരെ തകർക്കാൻ, അയൽവാസികളെ തകർക്കാൻ, സ്നേഹിതന്മാരെ, കൂട്ടുകുടുംബത്തെ ഛിന്ന ഭിന്നമാക്കാൻ, മണ്ഡപത്തിലിരിക്കുന്ന, ജപിച്ചുകൊണ്ടിരിക്കുന്ന, ശൈത്താനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അതാ അമുസ്ലിം ആളുകളുടെ അടുത്തുപോയിട്ട് മാരണപ്പണിയെടുത്ത്, സിഹറിന്റെ പണിയെടുത്ത് മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുമ്പോ, അവരെ തൂക്കിക്കൊല്ലുമ്പോ, അവരെ ഭ്രാന്തന്മാരാക്കുമ്പോ, അവരെ കൈകാലുകൾ ഒടിക്കുമ്പോ, അതുപോലെ തന്നെ അവരെ പെട്ടെന്ന് മരിപ്പിക്കുന്ന, അവരെ ജീവന് പോലും ഹാനി വരുത്തുന്ന സിഹറിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു മാപ്പ് തരില്ല. ഒരിക്കലും ആ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിൽ ഒരു ബറക്കത്തും ചെയ്യുകയില്ല. അതുകൊണ്ട് സിഹറിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി, അസൂയ മാറ്റി, അഹങ്കാരം മാറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായിട്ട് ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് സംശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന് വഴിപ്പെടുന്നവരാരാണ്, ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്. തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്, ഇല്ലാ മൻ അബാ, വിളങ്ങിയ കൂട്ടക്കാരൊഴികെ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, ഫഖീല മൻ അബാ യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞല്ലോ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്, വിളങ്ങിയ കൂട്ടക്കാർ നരകത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആരാണ് നരകത്തിന്റെ അഹലുകാർ, ആരാണ് വിളങ്ങിയ കക്ഷികൾ? ഫഖീല മൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് വിളങ്ങിയ കൂട്ടക്കാർ? ഖാല, ഹബീബായ തങ്ങളുടെ മറുപടി, മൻ അത്വഅനി ദഖലൽ ജന്ന, എനിക്ക് വഴിപ്പെട്ടവരാരാണ്, ഞാൻ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച് അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാരാണ്? തഖ്വയോടെ ജീവിക്കുന്നവർ, ഇംതിസാലു അവാമിരില്ലാഹി, അല്ലാഹു കൽപ്പിച്ചതെടുക്കുന്നവർ, വജ്തിനാബു നവാഹിഹി, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിയുന്നവർ. ആ നിലക്ക് എനിക്ക് വഴിപ്പെട്ടവരാരാണ്? ദഖലൽ ജന്ന, അവർ സ്വർഗീയ പ്രസ്ഥാനക്കാരാണ്. വമൻ അസ്വാനി ഫഖദ് അബാ, അതിന് എതിരായിട്ട് ആര് പ്രവർത്തിക്കുന്നോ അവരാണ് വിലങ്ങിയവരെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരാരാണ്? ആ വഴിപ്പെട്ടവർക്കുള്ള സന്തോഷം, ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്ത മഹത്തുക്കൾ, മിനൻ നബിയ്യീന, അംബിയാക്കൾ,
അമ്പിയാക്കളാൽ, അതുപോലെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, അങ്ങനെ തുടങ്ങിയ മഹാന്മാരെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ തഖ്വയോടെ ജീവിച്ചേ പറ്റൂ, റബ്ബിന് വഴിപ്പെട്ടേ പറ്റൂ. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് വഴിപ്പെടുന്നവർ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ടുള്ള വിവക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് തഖ്വയോടെ കൃത്യമായിട്ട് നിസ്കരിച്ച് കള്ളം പറയാതെ, ഗീബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, അയൽവാസികളുമായി തമ്മിൽ തെറ്റാതെ, കുടുംബബന്ധം മുറിക്കാതെ, മാതാപിതാക്കളെ വെറുപ്പിക്കാതെ, ഭാര്യ മക്കളെ ഉപദ്രവിക്കാതെ, ഭർത്താക്കന്മാരോട് തട്ടിക്കയറാതെ, കുടുംബബന്ധം മുറിക്കാതെ സംശുദ്ധമായ ജീവിതം ജീവിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ധാരാളം ആളുകൾ ഈ മഹത്തായ സദസ്സിൽ വെച്ച് ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഫോൺ ചെയ്ത് മറ്റുമായി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ദുബൈയിൽ നിന്ന് അവിടുത്തെ നമ്മുടെ മുജമ്മഅന്റെ പ്രവർത്തകർ വലിയ സംഖ്യ 80,000 മുകളിലായിട്ട് വലിയ സംഖ്യ ഇങ്ങോട്ട് എത്തിക്കാമെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിനോട് സഹകരിച്ച ധാരാളം ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.